ഹായ് ഫ്രണ്ട്സ്, ശ്രീമതി മിനു മുനീർ എന്ന നടിയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ശ്രീമാൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നോ അദ്ദേഹത്തെ പുറത്താക്കണമെന്നോ ഞാൻ ആവശ്യപ്പെടുകയില്ല. കാരണം അവയൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് നിലവിൽ തെളിയിക്കപ്പെടുന്നത് വരെ. പക്ഷേ ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹേമ കമ്മിറ്റി പറഞ്ഞ ആ പവർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇദ്ദേഹം തന്നെ അല്ലേ എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തയെന്ന് പറയുന്നത്, കോവിഡിന്റെ കാലം ഒരു കൊച്ചു സ്കൂൾ പെൺകുട്ടി തനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, ഒരു ഫോൺ മേടിച്ചു തരാമോ എന്ന് രാത്രിയിൽ ദയനീയമായി ചോദിച്ചപ്പോൾ വളരെ വളരെ പരുഷമായിട്ടാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത്. നിങ്ങളുടെ MLA ആരാ? അയാളോട് ചോദിക്കുക, എന്നോടാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. എന്തെല്ലാമോ പുരമ്പി ആ കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് ഫോൺ താഴെ വെച്ചു. അത് വലിയ വാർത്തയായിരുന്നു അക്കാലത്ത്. നമുക്കറിയാം, ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ 5000 രൂപയ്ക്ക് കിട്ടും. അത് സൗജന്യമായി കൊടുക്കുന്ന ഐഫോണിന്റെ ഒന്നും ആവശ്യമില്ല. കോടികൾ പ്രതിഫലം വാങ്ങുന്ന മുകേഷിനെ പോലെയുള്ള ഒരാൾക്ക് ഈ 5000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരന് വെറും 10 രൂപ കൊടുക്കുന്നത് പോലെയേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, നല്ല വാക്ക് പറയാമായിരുന്നില്ലേ? അല്പം കൂടി പുറകോട്ട് ചിന്തിച്ചാൽ മലയാളത്തിലും തമിഴിലും കത്തി നിന്നിരുന്ന സരിത എന്ന പെൺകുട്ടിയെയാണ് അയാൾ വിവാഹം കഴിച്ചത്. കാലം കഴിഞ്ഞു, സൗന്ദര്യത്തിന് മങ്ങലേറ്റു, സിനിമകളും കുറഞ്ഞു, സരിതയെ അയാൾ ഉപേക്ഷിച്ചു. വിവാഹമോചനം നേടാതെയാണ് മേതിൽ ദേവിക എന്ന് പറയുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. ഒരു വിവാഹം നിലനിൽക്കെ തന്നെ മറ്റു വിവാഹം കഴിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ലിവിംഗ് ടുഗദർ പോലും ശിക്ഷാർഹമാണ്. അപ്പോൾ പിന്നെ വിവാഹം കഴിക്കുന്നതോ? എന്നിട്ടോ ശ്രീമതി മേതിൽ ദേവികയുമായുള്ള വിവാഹവും അവസാനം ആ മോചനത്തിൽ കലാശിച്ചു. അങ്ങനെ ആകപ്പാട് ഒരു ഷെയ്ഡി ക്യാരക്ടറാണ് ശ്രീമാൻ മുകേഷ്. പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നൽകുന്ന ആ ആദരവോ ബഹുമാനം ഈ മനുഷ്യൻ അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇനിയും പല വൻമരങ്ങളും വീഴുവാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം.